BMC ഗ്ലോബൽ ലൈവ് കൊച്ചിൻ്റെ സ്ഥാനാർത്ഥികൾക്കൊപ്പം എന്ന ഒരു സെഗ്മെൻറ്റിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ളത് TM വർഗീസാണ്. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിലെ താബോർ ഡിവിഷനിൽ UDF വേണ്ടി മത്സരിക്കുന്നു. സാർ, BMCയിലേക്ക് സ്വാഗതം. സാറിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് ഏതെല്ലാം പ്രദേശങ്ങളാണ് ഉൾപ്പെടുന്നത്? അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് കറുകുറ്റി, മൂക്കന്നൂർ, തുറവൂർ, മഞ്ഞപ്ര, അയ്യമ്പുഴ, മലയാറ്റൂർ, നീലീശ്വരം, കാലടി, കാഞ്ഞൂർ എന്നീ 8 ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഭൂപ്രദേശമാണ് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭൂപ്രദേശം. ഓക്കെ, അപ്പോൾ ഈ പഞ്ചായത്തിലാകുമ്പോൾ മുനിസിപ്പാലിറ്റിനെ സംബന്ധിച്ച് വോട്ടുകൾ കൂടുതലുണ്ടോ? ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. ഓക്കെ, 3 തലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലേക്കും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിലേക്കുമുള്ള ആ 3 ആളുകളെ, ഒരു വ്യക്തി 3 ആളുകളെ ഡെലിഗേറ്റ്സിനെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടാണുള്ളത്. സാറിൻ്റെ പരിധിയിൽ വരുന്നതാണ് തുറവൂർ പഞ്ചായത്തും മൂക്കന്നൂർ പഞ്ചായത്തും. രണ്ടും UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 2 പഞ്ചായത്തുകളാണ്. ഈ UDF ഭരണം നിലനിർത്താൻ, ആളുകൾക്ക് താങ്ങും തണലുമാകുവാൻ ഈ 2 പഞ്ചായത്തുകളും UDF ബാനറിൽ എന്തൊക്കെ പദ്ധതികളാണ് ഈ ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്? മൂക്കന്നൂർ, തുറവൂർ 2 പഞ്ചായത്തുകൾ UDF കോട്ടകളാണ്. വളരെ കയ്യബദ്ധം കൊണ്ടൊക്കെ വല്ലപ്പോഴൊക്കെ ഇടതുപക്ഷത്തിന് കിട്ടിയാലായി അത്രേ ഉള്ളൂ. ഇവിടെ ഈ 2 പഞ്ചായത്തുകളും കേരളത്തിലെ മറ്റേത് ഗ്രാമങ്ങളെക്കാളും ഇപ്പോൾ വികസിതമാണ്. വികസിതമായിട്ടുള്ളത് UDF മുൻകാല ഭരണസമിതികളൊക്കെ ഭാവനാപൂർണമായ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ മൂക്കന്നൂർ പഞ്ചായത്ത് തന്നെ, മൂക്കന്നൂർ പഞ്ചായത്ത് വളരെ ക്ലീൻ മൂക്കന്നൂർ എന്ന മുദ്രാവാക്യമായിട്ടാണ് അവർ മുന്നേറുന്നത്. അവിടെ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഫെഡറൽ ബാങ്കിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ച് KP ഗോർമെൻറ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ചേർന്ന് മൂക്കന്നൂരിനെ ക്ലീൻ മൂക്കന്നൂർ എന്ന മുദ്രാവാക്യവുമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആളുകളുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന പ്രോജക്റ്റുകൾ, മറ്റ് വൈദ്യുതി ലഭ്യമല്ലാത്ത ഉൾപോക്കറ്റ് പ്രദേശങ്ങളിൽ, സ്ട്രീറ്റ് ലൈൻ ലഭ്യമല്ലാത്തടത്ത് സോളാർ ലാമ്പുകൾ, ലൈറ്റുകൾ സ്ഥാപിക്കുക, വീടുകളിലൊക്കെ ബയോ ബിന്നുകൾ സ്ഥാപിക്കുക, അതുപോലെ മാലിന്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഏറ്റെടുക്കാനും മൂക്കന്നൂരിൻ്റെ രാജപാത, മൂക്കന്നൂർ ഏഴാറ്റൂർ റോഡ് ദിവസവും ആളെ നിർത്തി വൃത്തിയാക്കാനും ഉള്ള സംവിധാനം മൂക്കന്നൂർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടുത്ത 5 വർഷം മൂക്കന്നൂരിനെ സംബന്ധിച്ചോളം, മൂക്കന്നൂർ തുറവൂരായാലും ഞങ്ങൾ കൂടുതൽ ഊന്നൽ നൽകുന്നത് പ്രത്യേകിച്ച് ഈ മാലിന്യ സംസ്കരണം, നാടിനെ മാലിന്യമുക്തമാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഭാവനാപൂർണമായ പദ്ധതികൾ 2 ഗ്രാമപഞ്ചായത്തുകൾ നടപ്പാക്കും. മറ്റൊന്ന്, ഈ നാട്ടിലിപ്പം നമുക്ക് വ്യാപകമായിക്കൂടി നമ്മുടെ കുട്ടികളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന രാസലഹരികൾ, അതിനെതിരായി 2 പഞ്ചായത്തുകളിലും UDF ഭരണസമിതികൾ വലിയ പ്രോജക്റ്റുകൾ നടപ്പാക്കും. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തുറവൂർ നമുക്കൊരു ITI, ഗവൺമെൻറ് ITI ഉണ്ട്. അവിടെ ഒരുപാട് ഹയർ സെക്കൻഡറി സ്കൂളുകളും വിദ്യാഭ്യാസമുണ്ട്. മൂക്കന്നൂർ ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, മൂക്കന്നൂർ ബാലനഗർ ITC ഉണ്ട്, അതുപോലെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഒന്ന് പഠിക്കുക. ഈ കുട്ടികളെ ചൂഷണം ചെയ്യാൻ വേണ്ടി രാസലഹരിയുടെ വ്യാപനം ഉണ്ടാകുന്നുണ്ട് എന്ന ബോധ്യം ഞങ്ങൾക്ക് UDF അതുകൊണ്ട് അടുത്ത ഭരണസമിതികൾ രാസലഹരിയെ മൂക്കന്നൂർ തുറവൂർ പഞ്ചായത്തിൽ നിന്ന് ഒഴിവാക്കാൻ, അങ്ങോട്ട് നോ ഡ്രഗ്സ് എന്നുള്ളൊരു വലിയ ക്യാമ്പയിനിലേക്ക് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ഭംഗി ഗ്രാമങ്ങളിലാണ്. അപ്പോൾ നിങ്ങളുടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് UDF വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക്, കുട്ടികളുടെ കാര്യം സാറിപ്പോൾ വിശദീകരിക്കുകയുണ്ടായി, സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ ഒട്ടും സാധാരണക്കാർക്ക് എന്ത് ആണ് നിങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്? നമുക്ക് ഈ സാധാരണ കുടുംബങ്ങളിൽ തൊഴിൽ വരുമാനമില്ലായ്മ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തുള്ളൊരു
കാര്യം ഈ വീടുകളിൽ സംരംഭങ്ങൾ വളർത്തിയെടുക്കുകയാണ്. മുക്കൂന്നൂർ പഞ്ചായത്തിൻ്റെ തെക്കൻ മേഖലകളിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ഫർണിച്ചർ യൂണിറ്റുകളുണ്ട്. തടി കൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കിയ ഒരുപാട് യൂണിറ്റുകളുണ്ട്. അപ്പോൾ അത് മുക്കൂന്നൂരിനൊരു ഫർണിച്ചർ ഹബ്ബാക്കി വളർത്താൻ അപ്പോൾ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും. കാരണം ഉദാത്തമായ പ്രോജക്റ്റുകൾ ഈ അടുത്ത പരിസരത്ത് നടപ്പാക്കും. അതോടൊപ്പം മുക്കൂന്നൂർ ഖാദിയുടെ ഒരു നെയ്ത്തുശാലയുണ്ട്. ഇപ്പോൾ 40-45 വർഷം പഴക്കമുള്ളതാണ്. ഇപ്പോൾ അവിടെ ഒരു 30 പേരാണ് ജോലി ചെയ്യുന്നത്. അവിടെ സ്ഥലമുണ്ട്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ അവിടെ ഒരു പുതിയ നെയ്ത്ത് ശാലയ്ക്കുള്ള ബിൽഡിംഗ് പണിതിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഭരണസമിതി ആ നെയ്ത്ത് ശാലയിൽ ഒരു 100 പേർക്ക് നെയ്യാനുള്ള സൗകര്യങ്ങളോടുകൂടി അത് വികസിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ ആ പ്രദേശങ്ങളിലുള്ള കുറേ സ്ത്രീകൾക്ക് വരുമാനമാകുമ്പോൾ കുടുംബങ്ങളിൽ വരുമാനവും. മുക്കൂന്നൂർ പഞ്ചായത്തിൽ തന്നെ നമുക്ക് നമ്മുടെ വട്ടേക്കാട്, ആഴകം, അട്ടാറ് ഭാഗങ്ങളിൽ ചിപ്സ് യൂണിറ്റുകൾ, ചക്ക, കായ, അതായത് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ കുടിൽ വ്യവസായം പോലെയുണ്ട്. അത് വികസിപ്പിച്ചെടുത്ത് നമുക്ക് നമ്മുടെ ചക്കയും പ്രത്യേകിച്ച് പഴവർഗ്ഗങ്ങൾ മുക്കൂന്നൂർ പഞ്ചായത്തിൽ മുക്കൂന്നൂർ ഷാപ്പ്മടിയിൽ വെജിറ്റബിൾ ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു നല്ല മാർക്കറ്റ്, സ്വാശ്രയ വിപണി മുക്കൂന്നൂർ ഷാപ്പ്മടിയിലുണ്ട്. തുറവൂർ പഞ്ചായത്തിന് ആനപ്പാറയിലുണ്ട്. അപ്പോൾ മുക്കൂന്നൂർ പഞ്ചായത്ത് ചക്കയും വാഴയും അതുപോലെ തന്നെ കായകരികളൊക്കെ ഒരുപാടുള്ള നാടാണ്, കൃഷിയുള്ള നാടാണ്. അപ്പം അവ സംസ്കരിച്ച് മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ ഈ 2 സ്വയാശ്രയങ്ങളിലും ആരംഭിക്കാനും അതോടൊപ്പം ചിപ്സ് യൂണിറ്റുകൾ വീടുകളിൽ ഒക്കെ പ്രോത്സാഹിപ്പിക്കാനും ഉള്ള ഒരു പദ്ധതി അടുത്ത ഈ 2 പഞ്ചായത്ത് പരസ്യങ്ങളിൽ അടുത്ത പദ്ധതിയിലുണ്ടാവും. തുറവൂർ പഞ്ചായത്തിൽ ഇപ്പോൾ അവിടെ പഞ്ചായത്ത് ഓഫീസിന് ഒരു വലിയ ഓഫീസ് സമുച്ചയം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ശ്രീ റോജി എം ജോൺ MLA അതിന് ബെന്നി ബെഹനാൻ MPയും അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അവിടെ ചില നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്ഥലവുമായി ബന്ധപ്പെട്ട്, റവന്യൂ അതൊക്കെ പരിഹരിച്ച് ഇപ്പോൾ അവർ ഒരു വലിയ ഓഫീസ് സമുച്ചയം തുറവൂർ പഞ്ചായത്തിൽ, തുറവൂരിൻ്റെ പ്രൗഢിക്കൊത്തോളം തുറവൂർ ടൗണിൻ്റെ മുമ്പിൽ ടൗണിൽ തന്നെ ഒരു വലിയ ഓഫീസ് സമുച്ചയത്തിൻ്റെ പണി അത് അടുത്ത 1-2 വർഷത്തിനകം പൂർത്തിയാക്കാനുള്ള ഒരു വലിയ പദ്ധതി കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ ഇലക്ഷനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സമഗ്രമായ വികസനം എന്ന് ഈ തുറവൂർ പഞ്ചായത്തും മുക്കൂന്നൂർ പഞ്ചായത്തും പറയുന്നുണ്ട്. അപ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ ഈ സമഗ്രമായ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ തൊട്ടടുത്ത് അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഭരണം തിരിച്ചു കിട്ടിയാൽ? ഈ വികസനം എന്ന് പറയുന്ന ഏതും സുസ്ഥിര വികസനമാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് കുടുംബങ്ങളിൽ വരുമാനം ഉണ്ടാക്കുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പണ്ടുണ്ടായിരുന്ന നെൽകൃഷിയും കൊയ്ത്തും ആ സംവിധാനമൊന്നും കാർഷിക മേഖലയിൽ പറയത്തക്ക ഇല്ല. മാത്രമല്ല നമ്മൾ പുറമേ നിന്നുള്ള ആളുകളെ ആണ് അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കതിനകത്തൊരു കാര്യം, നമ്മളിപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഞങ്ങളുടെ ഒരു വലിയ പദ്ധതിയാണ്. നമ്മുടെ ചെറുപ്പക്കാർ മാക്സിമം നൈപുണ്യ വികസനം നടത്തി അവരിപ്പോൾ വിദേശത്തേക്ക് പോകുന്നുണ്ട്. കേരളത്തിനകത്തായാലും ഇന്ത്യക്കകത്തായാലും അവരേർപ്പെടുന്ന സംരംഭങ്ങളിൽ മികവുള്ളവരാക്കാൻ വേണ്ടി ഒരു 10ാം ക്ലാസ് മുതലുള്ള പ്രായത്തിൽ ഉള്ള കുട്ടികളെ ഒക്കെ നമ്മൾ സ്കില്ലിംഗ്, നൈപുണ്യവൽക്കരണം നടത്താനുള്ള പദ്ധതികൾ 2 പഞ്ചായത്തും അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി പറയാം, ഈ അവസരത്തിൽ പറയുകയാണ്. തുറവൂർ മുക്കൂന്നൂർ പഞ്ചായത്തിൽ നിന്ന് ഒരുപാട് പേര് യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണിത്. ഇതൊക്കെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ നയവൈകല്യം കൊണ്ടും അവരുടെ പിടിപ്പുകേട് കൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ലാത്ത ഉപജീവനാർത്ഥം മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി വളർന്നു വരുന്നതിൻ്റെ ഉത്തരവാദിത്തം പിണറായി സർക്കാരിനും നരേന്ദ്രമോദി സർക്കാരിനുമാണ്. പക്ഷേ നമ്മൾ അത് ചെയ്യുന്ന കാര്യം, നമ്മുടെ ഈ അങ്ങോട്ട് പോകുന്ന ചെറുപ്പക്കാർക്ക് നമ്മുടെ ഇവിടെയുള്ള കൊള്ളാവുന്ന സ്ഥാപനങ്ങളിലൊക്കെ അവർക്കൊരു സ്കിൽ ട്രെയിനിങ് കൊടുത്തു വിട്ടാൽ നമ്മുടെ കുട്ടികൾ മറ്റു പ്രദേശത്തുള്ള കുട്ടികളെക്കാൾ ഭേദപ്പെട്ട തൊഴിലിൽ ഈ വിദേശ രാജ്യങ്ങളിലാകാൻ സാധിക്കും. മാത്രമല്ല അതോടനുബന്ധിച്ച് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ അതിൻ്റെ ഒരു ഹെൽപ്പ് ഡെസ്ക്, നമ്മുടെ ഈ വിദേശത്തേക്ക് പോകുന്ന ആളുകൾക്ക്
അവിടെ ചില സൗകര്യങ്ങളും സഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് തന്നെ ആരംഭിക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടി അറിയുകയാണ്. സാറ് സംസ്ഥാനത്തിൻ്റെ ഇടയ്ക്ക് കേരള സർക്കാരിനെ കുറിച്ച് പറഞ്ഞു. ഈ വരുന്ന ഡിസംബറിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ പിണറായി സർക്കാർ 2ാമത്തെ വർഷം പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പാർട്ടിക്കാരും വളരെയധികം എല്ലാ പാർട്ടിക്കാരും വളരെയധികം പ്രാധാന്യത്തോടെയാണ് ഈ ഒരു ഇലക്ഷനെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഭരിച്ച സർക്കാരിനോടുള്ള ഒരു ഉത്തരമായിരിക്കുമോ ഈ വരുന്ന തെരഞ്ഞെടുപ്പ്? തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ നയവൈകല്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ ഘടകമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ടാക്സ് സർക്കാരിന് ലഭിക്കേണ്ട എല്ലാ നികുതി വരുമാനവും വർദ്ധിപ്പിച്ചു. എല്ലാം ഞാൻ വിസ്താരമായി കൊണ്ട് ഐറ്റംസ് പറയണില്ല. എന്നാൽ ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. വിവിധ തൊഴിലാളികൾ അംഗങ്ങളായിട്ടുള്ള ക്ഷേമ പദ്ധതികളുടെ പെൻഷനുകളും ക്ഷേമ ബോർഡുകളുടെയും പ്രവർത്തനം. അങ്കമാലിൽ ബാമ്പു കോർപ്പറേഷനൊക്കെ തകർന്ന് അടിഞ്ഞുപോയി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഭയങ്കര തകർച്ചയിലാണ്. അവിടെ തൊഴിലെടുക്കാൻ ആളുകൾ പോകാത്ത അവസ്ഥയായി. അപ്പോൾ നമ്മുടെ ഈ മുക്കൂർ പഞ്ചായത്തിനും തുറവൂർ പഞ്ചായത്തിനും വടക്കൻ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. എന്ത് കൃഷി ചെയ്താലും കാട്ടുപന്നി നശിപ്പിക്കുന്ന സ്ഥിതി വന്നിരിക്കുകയാണ്. ഇതിനൊന്നും ഒരു പരിഹാരം സംസ്ഥാന സർക്കാരിൽ നിന്നില്ല. നമ്മുടെ ബാമ്പു കോർപ്പറേഷനെയും പ്ലാന്റേഷൻ കോർപ്പറേഷനെയും ഒക്കെ പുനരുദ്ധരിക്കാനും ശക്തിപ്പെടുത്താനുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാരില്ല. അതുപോലെ വന്യമൃഗശല്യം മൂലം കഷ്ടപ്പെടുന്ന കർഷകരെ സഹായിക്കാൻ ഒരു പദ്ധതി സംസ്ഥാന സർക്കാരില്ല. എല്ലാ ടാക്സും വർദ്ധിപ്പിച്ചു, ആനുകൂല്യങ്ങളൊന്നും ആളുകൾക്ക് ലഭിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കൊണ്ടുവന്ന് കുറച്ച് പെൻഷൻ കൂട്ടിക്കൊടുത്ത് ആ കാശ് കണ്ട് വോട്ട് പിടിക്കുന്ന വളരെ വില കുറഞ്ഞ പണിയല്ലാതെ ഈ നാടിൻ്റെ സുസ്ഥിര വികസനത്തിന് ഉതകുന്ന ഒരു പദ്ധതിയും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ദേവാലയങ്ങൾ വരെ കൊള്ളയടിക്കാതെ ശബരിമലയിലെ കൊള്ള, നമ്മുടെ ഈ ലോകത്തെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ ദൈവം ആയി കരുതുന്ന അവരുടെ വലിയ സങ്കല്പമായിട്ടുള്ള ശബരിമല ശാസ്താവിനെ പോലും കൊള്ളയടിച്ച് അതിൻ്റെ വിഗ്രഹങ്ങൾ അവിടുത്തെ വിഗ്രഹങ്ങൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ, വിഗ്രഹത്തിലെ സ്വർണ്ണപ്പള്ളി ഒളിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ ആ വിഗ്രഹം തന്നെ അയ്യപ്പനെ തന്നെ തട്ടിയെടുത്തില്ല. അതിൽ കേരളത്തിലെ ജനങ്ങൾ, അത് ശബരിമല ക്ഷേത്രം ഹൈന്ദവ ക്ഷേത്രം മാത്രമല്ല, അതൊരു മതേതര സങ്കല്പത്തിൻ്റെ പ്രതീകം കൂടിയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതിൽ വളരെ വേദനയുണ്ട്. ആ വേദനയും ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിപ്പിക്കും. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാർ, നമുക്കറിയാം കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കണം. ഈ സമയത്ത് തന്നെ SIR നടക്കാതെ പഞ്ചായത്ത് ഇലക്ഷൻ പ്രവർത്തന ഉദ്യോഗസ്ഥന്മാരും പൊതുപ്രവർത്തനം പഞ്ചായത്ത് ഇലക്ഷൻ പ്രവർത്തനം നടത്തണം. അപ്പോൾ പിന്നെ എങ്ങനെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പങ്കാളികളാവണമെങ്കിൽ ഇത് ഈ ഡിസംബർ 9 കഴിഞ്ഞിട്ട് ശരി, നെക്സ്റ്റ് ഒരു വീക്ക് അല്ലെങ്കിൽ 15 ദിവസം ഒരു എക്സ്റ്റൻഷൻ കൊടുത്ത്, അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ നിന്നും മനുഷ്യരെ ഒഴിവാക്കലാണ്. എന്തെങ്കിലുമൊക്കെ കാര്യം കണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് ഉള്ള കേരളത്തിൽ, ക്രിസ്ത്യാനികളും മറ്റേ മുസ്ലിംസൊക്കെ ഉള്ള കേരളത്തിൽ അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് ഒഴിവാക്കാനുള്ള ഒരു തന്ത്രം ആണ് അവർ ചെയ്തത്. അപ്പോൾ കേന്ദ്രത്തിലുള്ള കോർപ്പറേറ്റുകൾ നയിക്കുന്ന കോർപ്പറേറ്റുകളുടെ അടിമകളായിട്ടുള്ള നരേന്ദ്രമോദിയുടെ സർക്കാർ, വർഗീയ ഫാസിസ്റ്റ് സർക്കാർ, അതിനെതിരായിട്ടുള്ള വികാരവും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് യാഥാർത്ഥ്യമാണ്. വോട്ടർമാരെ കാത്തിരിക്കുകയാണെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. സാർ വളരെയധികം രാഷ്ട്രീയപരമായി കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിനെയും കുറിച്ച് പറഞ്ഞു. ഇനിയും സാറിൻ്റെ ഫാമിലി ജീവിതത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞാൻ 1980 യൂത്ത് കോൺഗ്രസിൻ്റെ മുക്കൂർ മണ്ഡലം ട്രഷറായി പൊതുപ്രവർത്തനം ആരംഭിച്ച 1980 അപ്പോൾ 46 വർഷമായി. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ പല പദവികളും ബ്ലോക്ക് ജില്ലാ തലങ്ങളിൽ വഹിച്ചിട്ടുണ്ട്, INTUC വഹിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മൂക്കന്നൂർ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. മൂക്കന്നൂർ പഞ്ചായത്ത് മെമ്പർ, വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ 2015-2020 മെമ്പറായിരുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഞാനിപ്പോൾ UDFൻ്റെ നിയോജകമണ്ഡലം കൺവീനറാണ്. ഞാൻ തികച്ചും ഒരു കാർഷിക കുടുംബത്തിൽ പിറന്നയാളാണ്. എൻ്റെ അപ്പനും അമ്മയൊക്കെ കൃഷിക്കാരായിരുന്നു. എനിക്ക് ഭാര്യ, 2 മക്കൾ. മകൻ IT മേഖലയിലാണ്, എറണാകുളത്ത് താമസിക്കുന്നു. ഭാര്യയും ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നു. 2 മക്കളുണ്ട്. അവർ രാജഗിരി താമസിക്കുന്നു, എറണാകുളം, കാക്കനാട്.
മകൾ വക്കീലാണ്. അവിടെ കരിയാട് വിവാഹം കഴിച്ചിരിക്കുന്നു. ഡിസംബർ 9 ഇലക്ഷൻ്റെ സമയത്തിലേക്ക് നമ്മളിതാ എത്തിക്കഴിഞ്ഞു. വളരെയധികം തിരക്കിലുണ്ടായിരുന്നിട്ടും BMCയിലേക്ക് വരികയും ഞങ്ങളുടെ ഈ ന്യൂസിൻ്റെ ഭാഗമാകാനും കാണിച്ച സാറിൻ്റെ സമയത്തിന് ഞങ്ങൾ BMC ന്യൂസ് വളരെയധികം നന്ദി അറിയിക്കുന്നു. സാറിനും സാറിൻ്റെ പാർട്ടിക്കും എല്ലാവിധ വിജയാശംസകളും ഞങ്ങൾ നേരുന്നു. ഒരു വാക്ക് നന്ദി. BMC നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ചാനലാണ്. BMCൻ്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ ഫ്രാൻസിസ് കൈതാരത്തും എൻ്റെ പിന്നണി പ്രവർത്തകരൊക്കെ മുക്കന്നൂർ, തുറവൂർ, അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ മേഖലയിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് കലാഭവൻ എൻ്റെ ഫ്രാഞ്ചൈസി എടുത്ത് മുക്കന്നൂരും കരയാമ്പറമ്പത്തും ഒക്കെ ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന പരിശീലനവും ശ്രീ ഫ്രാൻസിസ് കൈതാരത്തിൻ്റെ എല്ലാ നല്ല പുണ്യപ്രവൃത്തികളും ഒക്കെ അനുഭവിച്ചിട്ടുള്ളവരും ഞങ്ങളൊക്കെ എൻ്റെ അഭ്യുദയകാംക്ഷികളുമാണ്. അപ്പോൾ BMC ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എൻ്റെ കൂടി അഭിപ്രായങ്ങൾ കേൾക്കാനും അത് പ്രക്ഷേപണം ചെയ്യാൻ തയ്യാറായുള്ള സന്തോഷം നന്ദി അറിയിക്കുന്നു. താങ്ക് യു.